സനു അറിയോ? ഇയാടെ ജയ, എത്ര നാളായിട്ട് എന്നെ കണ്ടിട്ട്. എന്താ എനിക്ക് സുഖമല്ലേ? ആ സുഖം ആകെ പോട്ടെ. എൻ്റെ തലയ്ക്ക് കയറത് എന്തായി? ആ, എൻ്റെ മൂത്ത പെങ്ങളെ കുട്ടിയല്ലേ? ആ, അതൊക്കെ സുഖമായി. ഈ എന്താ ഈ ബാഗ് തൂക്കി പിടിച്ച്? ഞാൻ ഇപ്പോൾ തിരൂരൊരു കട തുടങ്ങിയിരിക്കണേ. അപ്പോൾ ഡ്രസ്സിൻ്റെ കടയാണ്. അപ്പോൾ അവിടേക്ക് ഡ്രസ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തിരുപ്പൂർ പോകണം. അതിനുള്ള പോക്കാണ്. നമ്മളെ പഴയ പരിപാടിയൊക്കെ കണ്ട് വിട്ട്. ഈ തേപ്പൊന്നും ഇപ്പം നടക്കില്ലടോ. എന്താ വെച്ചാൽ ഇപ്പോൾ ഈ ആൾക്കാർക്ക് ഹിന്ദിക്കാർ വന്നുകൊണ്ട് നമ്മളെ റേറ്റൊക്കെ വളരെ താഴത്തോട്ട് പോയിക്കൊണ്ടിരിക്കുക. കൂലിക്കായി വരെ വെക്കാത്ത അവസ്ഥയാണ്. അപ്പോൾ ഞാൻ എന്ത് വേണത് നേരെ ഹിന്ദിക്കാരാണ്ട് ഫോക്കസ് ചെയ്ത് ഓരോന്നും ഓർക്ക് ഡ്രസ്സൊക്കെ വേണ്ടി വരുമല്ലോ. റേറ്റ് കുറച്ചാണ് സാധനം എടുക്കുക, അതേ റേറ്റ് കുറച്ചാണ്ട് ഇവിടെയും കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ല അച്ഛൻ കൊള്ളാതെ വലിയ പരിപാടിയാണ്. അല്ല എന്തൊക്കെയായി പെണ്ണുങ്ങളൊക്കെ എന്തായി? അതിൻ്റെ നേരമൊന്നും പറയാത്ത നല്ലത്. ആകെ നാലിനും കാണാൻ പോയിട്ടുള്ളൂ. അതോടെ ആ പരിപാടിയാണ് നിർത്തി. അതിപ്പോൾ എങ്ങനെ നാലിനെ കാണാൻ പോയി? അതൊക്കെ ഒരു കഥയാണ്, ഞാൻ പറയാം. കഥ പറയടൂ. ആദ്യം പോയ കുട്ടിയെ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത്ര ഭംഗിയായിരുന്നു. ഭംഗിൻ്റെ അത്ര ഇല്ല, പക്ഷെ ഓളുണ്ടല്ലോ, ഓളിൻ്റെ മൊത്തമൊക്കെ സംസാരിച്ച് അതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതെന്താ ബാക്കിയുള്ള കുട്ടികളൊക്കെ മാനത്ത് നോക്കിയിട്ടാണ് സംസാരിച്ച്? അതല്ലടെ ചങ്ങായി, ഓളിൻ്റെ മൊത്തമൊക്കെ സംസാരിച്ചുകൊണ്ടല്ലോ ഓളെ കണ്ണിക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. ആ കണ്ണിന് ആ തിളക്കുണ്ടല്ലോ. എന്നിട്ടെന്താ ഓൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അതല്ല രണ്ടാമത്തെ പറയും. രണ്ടാമത്തെ ഒരു വെറൈറ്റിയാണ്. എന്താ സംഭവിച്ചാലേ, ഞങ്ങൾ ആ വീട്ടിൽ കണ്ട് കയറി ചെന്നപ്പോൾ ആദ്യം ഓളെ അച്ഛൻ വന്ന്. അച്ഛൻ വന്നപ്പോൾ തന്നെ മൂപ്പരെ മൊത്തൊരു പരിഭവം ഉണ്ടായിരുന്നു. മൂപ്പര് കയറിയിരിക്കാനൊക്കെ പറഞ്ഞ് നേരെ വീടിൻ്റെ ഉള്ളിലേക്ക് പോയി. പിന്നെ അമ്മ വന്നപ്പോഴും അതുപോലെ തന്നെ ഒരു പരിഭവം. മൂപ്പത്തേര് നേരെ ഉള്ളിലേക്ക് പോയിട്ട് കുറച്ച് കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും മോള് ഇങ്ങോട്ട് വരാൻ ചായറ്റ്. അതിൻ്റെ എത്ര ടൈം? ആ കുട്ടി ഒട്ടും ഐറ്റില്ലായിരുന്നു, പിന്നെ നല്ല ഗ്ലാമറും. ബെസ്റ്റ്. ചായ ഒന്നും കുടിക്കാൻ ടൈം കിട്ടിയിട്ടുണ്ടാവും. ചായയും കുടിച്ച് സംസാരിക്കുകയും ചെയ്ത്. ഓക്കെ, സംസാരിക്കാനൊന്നും താല്പര്യമില്ലെന്ന്. ഞാനാണ് സംസാരിക്കണം എന്ന് പറഞ്ഞത്. എന്തിന്? ആ കുട്ടി ചായറ്റ് വന്നപ്പോൾ തന്നെ ആകെ പേടിച്ചിട്ടേന്ന്. എന്നെപ്പോലെ ഒരു മനുഷ്യനെ കാണുമ്പോൾ പേടി തോന്നല്ലോ. പിന്നെന്താ, പിന്നെ ഞാൻ അവളായിട്ടൊന്ന് സംസാരിക്കണം എന്ന് തോന്നി. അങ്ങനെ സംസാരിച്ച് നമ്മളൊരു 10-15 മിനിറ്റ് സംസാരിച്ച് അങ്ങനെ അവളോട് നല്ലൊരു കമ്പനിയായി. അല്ല ചങ്ങായി, എനിക്ക് പെൺകുട്ടികളോട് സംസാരിക്കാൻ ഭയങ്കര പേടിയൊന്നുമില്ല. അപ്പോൾ പേടിയൊക്കെ മാറി? അതൊക്കെ ആ തേച്ചിട്ട് പോയ പെണ്ണില്ലേ, ഓളായിട്ട് സംസാരിച്ച് ആ പേടിയൊക്കെ കണ്ട് മാറി. അതൊക്കെ പോട്ടെ. മൂന്നാമത്തെ പറയും. അത് കൂടുതലൊന്നും പറയാനില്ല. ഓൾക്ക് ഞാനൊരു തടിയനാണ്, പിന്നെ അതുപോലെ അന്ന് കൂലിപ്പണിക്കാണ് പോയിരുന്നത്. അപ്പോൾ കൂലിപ്പണിക്കാരനാണ്, അന്ന് ഓൾക്ക് പറ്റൂല. പിന്നെന്താ, താടിയൊക്കെ സ്വന്തമായിട്ട് മരച്ചിങ്ങനെ. അപ്പം അതിൻ്റെ ഒക്കെ ഒരു പ്രശ്നമാണ്. അതായാലും ഒഴിവായതും നന്നായി. അതിനൊക്കെ കെട്ടിയാലേ ജീവിതകാലം മുഴുവൻ ഇതേമാതിരി എന്തെങ്കിലുമൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അതിനെക്കാട്ടി നല്ല കെട്ടാത്തതാണ്. അപ്പോൾ നാലാമത്തെ എന്തായി? അതൊരു ടെസ്റ്റാണ്. അത് ഞാനേ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഓനെ കാണാൻ പോയിട്ട് ഓനക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ കുട്ടിക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഓൻ എന്നോട് പറഞ്ഞ് ഒരു കുട്ടിയുണ്ട്, നമുക്ക് പോകാൻ പറഞ്ഞിട്ട് അങ്ങനെ ഓൻ കൂട്ടി കൊണ്ടുപോയതാണ്. നേരെ പോണത് എവിടുക്കാറോ, ഞാൻ ആദ്യം കാണാൻ പോയ കുട്ടിയില്ലേ, ആ കുട്ടീൻ്റെ വീട്ടിലേക്കാണ്. അടിപൊളി. അതോടെ പെണ്ണ് കാണൽ പരിപാടിയാണ് അവസാനിപ്പിച്ച്. അപ്പം നീ കെട്ടണമെന്ന് ഉണ്ട്, ഒന്നിങ്ങനെ സെറ്റായി നിൽക്കുന്നുണ്ട്. ഇൻസ്റ്റേറ്റിനെ പോ. അല്ലട ചങ്ങായി, പിന്നെ FB ഒന്ന് പോടാ. ഞാൻ രണ്ടാമത് പോയില്ലേ, ഹൈറ്റില്ലാത്ത സുന്ദരിയായ കുട്ടി. അപ്പോൾ അവളുടെ കൂട്ടുകാരികൾ ആരെങ്കിലും സെറ്റാക്കി തന്നിട്ടുണ്ടാവും? അല്ലടാ, പിന്നെ അവൾ തന്നെ. അല്ല, നീ ഇപ്പോൾ അവർക്ക് ഈ വയ്ക്ക്. എടാ, നിന്നെ പണ്ട് തലക്കെറിഞ്ഞ എൻ്റെ പെങ്ങളെ മോളില്ലേ, അവൾക്കൊരു കല്യാണാലോചന വന്നിരിക്കണം. അപ്പോൾ ഈ പരിസരത്തു നിന്നാണ് വന്നിരിക്കണത്. അത് ശരി, ചെക്കൻ്റെ പേരെന്താ? ആ ചെക്കനോടാണ് ഞാനിപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നേരിട്ട്.